ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ നാട്ടിലെത്തിയതിനു ശേഷമുള്ള എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, ലോങ് വീഡിയോ ആണ്. ഇത് രാവിലെ മുതലുള്ള വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഒരു ഉച്ചക്കാവാനായതുകൊണ്ട് ഞാൻ അപ്പോഴാണ് എഴുന്നേൽക്കുന്നത് ആക്ച്വലി. പിന്നെ പുറത്ത് നല്ല മഴക്കാറുണ്ടായത് കാരണമാണ് അങ്ങനത്തെ ഒരു ലൈറ്റിങ് കേട്ടോ, അത്ര ഒരു ഉച്ചൊന്നും ആവാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ നേരെ താഴത്തേക്കൊന്ന് പോകലാണ് പരിപാടി. പിന്നെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ, നമുക്ക് സ്വന്തം വീടായാലും ഇങ്ങനെ വെറുതെ ഇരിക്കാമല്ലോ. അങ്ങനെ പോയപ്പോൾ അവിടെ എന്താ പറയുക, ഞാൻ കുറച്ച് ചായക്ക് വെള്ളമൊക്കെ വെച്ചു, ഒരു ചായ കുടിക്കാൻ വിചാരിച്ചു. അപ്പോഴാണ് ഉമ്മച്ചി പുറത്ത് എന്താ പറയുക ഉപ്പേരിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളെ വായൻ്റെ ഉള്ളിലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്യാൻ പറ്റുള്ളൊരു ട്രിക്കാണ് കേട്ടത്. നല്ലോണം ഇങ്ങനെ എന്താ പറയുക, വക്കുള്ള സ്റ്റീൽ ഗ്ലാസ്സിനെ കൊണ്ട് ഇത് വട്ടത്തിൽ മുറിച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കത് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഭയങ്കര ഈസിയാണത്. തക്കാളി എങ്ങനെ അതാ നല്ലൊരു ടിപ്പാണ്. നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കേണ്ടി, ചെയ്യാത്ത ആളുകളാണെങ്കിൽ. സ്ട്രോങ് കൂടിയോന്നൊരു ഡൗട്ടില്ല. അപ്പോഴേക്കും ചായയൊക്കെ റെഡിയായി. അങ്ങനെ ഞങ്ങൾ 3 പേരും ചായ അങ്ങനെ കുടിക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞാൻ ഗ്ലാസ്സിലേക്ക് ചായ അങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോഴും എന്തോ ഒരു കോമഡി പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് മറിഞ്ഞു പോയതാണ് കേട്ടോ ചായ അത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഇത് നല്ല അടിപൊളിയായിട്ട് ചായ കുടിച്ചു, ചായ മാത്രം കേട്ടോ. അപ്പോഴത്തേക്കും ഉമ്മച്ചി എന്താ പറയുക, ഈ സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ കറിയും ഈ ചെമ്മീൻ റെസിപ്പിയാണ്. അപ്പോഴത്തേക്കും ഉമ്മച്ചി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പി കേട്ടോ. നമ്മൾ കടുക് പൊട്ടിച്ചതിലേക്ക് ഈ വാഴത്തട്ടും അതുപോലെ തന്നെ പച്ചമുളകും തേങ്ങയും ഒതുക്കിയത് ഇട്ടുകൊണ്ട് ഉണ്ടാക്കിയൊരു ഉപ്പേരി. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെമ്മീൻ കറി വെക്കലില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റെസിപ്പി ഉമ്മച്ചിടുക, ഉമ്മച്ചി കാണിച്ചു തരും, എൻ്റെ ഞാൻ വീട്ടിൽ എടുത്തു വിടും. അപ്പോഴത്തേക്ക് ഏകദേശം സമയം വൈകുന്നേരമൊക്കെ ആയി. അങ്ങനെ എൻ്റെ അനിയത്തി സ്കൂളിൽ വരുന്ന ടൈമായി. അങ്ങനെ ഓള് വന്നിട്ടോ. ഇത് തുറക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഇടയിൽ ചായ കാര്യങ്ങളൊക്കെ കുടിച്ചുകൊണ്ട് മൊത്തത്തിൽ ഇന്ന് ലഞ്ച് കഴിക്കാൻ ഡിലേ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോരുത്തർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനും പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ. അപ്പോഴത്തേക്കിനെ വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം വൈകുന്നേരമൊക്കെ ആയല്ലോ. അപ്പോൾ നല്ല അടിപൊളി ചെമ്മീൻ കറിയും വാഴക്കൂമ്പോ ഉപ്പേരിയും ചെമ്മീൻ പൊരിച്ചതൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ലഞ്ച്, വൈകുന്നേരം ഒരു അടിപൊളി ലഞ്ചൊക്കെ കഴിച്ചു. തക്കാളി ഒന്നും വേണ്ട, തക്കാളി കുറേ ഉണ്ടോ? ആധാർ കാർഡും നമ്മുടെ കമ്മിറ്റിൻ്റെ ഇതും വേണം കേട്ടോ. ഇന്ന് പോയാൽ മതി കേട്ടോ. അങ്ങനെ ഫുഡ് അടിയും ആഗോള ചർച്ചയൊക്കെ കഴിഞ്ഞപ്പം ഞാൻ തലേന്ന് രാത്രി ഒരു പെയിൻറ്റ് ചെയ്തങ്ങാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡ്രൈ ആവാൻ വേണ്ടി വെച്ചതായിരുന്നു. അപ്പോൾ വെച്ച് ഇത് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എന്താ പറയുക ഈ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അത് എന്താ പറയുക ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഇത് ഭയങ്കര എളുപ്പമാണ്. ഇത് എന്താ പറയുക വലിയ ടഫൊന്നുമല്ല, പക്ഷെ നമുക്ക് ഭയങ്കര രസം ഇഷ്ടമുള്ള കളറിലൊക്കെ ചെയ്താൽ നമ്മളെ വാളിലേക്കൊക്കെ ഇഷ്ടമുള്ള തീമിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു മോഡലാണ് കേട്ടോ. അത് ഭയങ്കര സിമ്പിളാണ് ഈ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇങ്ങനെ എഴുതുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നോക്കി എഴുതാൻ കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ഫോണ്ടുകൾ പിൻട്രസ്റ്റ് എന്താ പറയുക ഗൂഗിളിലൊക്കെ കിട്ടും. പിന്നെ സ്വന്തമായിട്ട് കാലിഗ്രഫി അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഭയങ്കര ഈസിയാണ്. പിന്നെ ഒട്ടും എന്താ പറയുക അറിയാത്ത ആൾക്കാർക്ക് ട്രേസ് ചെയ്യാനുള്ള ഭയങ്കര ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ പക്ഷേ ഗൂഗിളിൽ നോക്കിയിട്ട് എനിക്ക് ഈ ഫോണ്ട് ഞാൻ സെലക്ട് ചെയ്ത കേട്ടോ ഇതിനൊക്കെ വേണ്ടിയിട്ട്. പെണ്ണ് വേണോ? ഇതെൻ്റെ മൂത്തൻ്റെ പേരക്കുട്ടിയാണേ. കഥ ചീത്ത പറയൂ.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ ഹസുവിൻ്റെ പാട്ടിന് നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ പിന്നെ അപ്പോഴത്തേക്ക് രാത്രിയായി. രാത്രി പിന്നെ എന്താ പറയുക, എഗ് ബുർജിയും അതുപോലെ തന്നെ ഗോതമ്പ് ദോശയാണ് ഉണ്ടാക്കിയത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള എഗ് ബുർജി. ജസ്റ്റ് വെളിച്ചെണ്ണയിലേക്ക് പച്ചമുളക്, തക്കാളി, ഉള്ളി ചോപ്പ് ചെയ്തത് ഡയറക്റ്റ് ഒരുമിച്ച് ചോപ്പ് ചെയ്തത് അതിലേക്കിട്ട് ജസ്റ്റ് സോട്ട് ചെയ്തിട്ട് ഉപ്പിടുക. പിന്നെ ജസ്റ്റ് എഗ്ഗ് ഉപ്പിട്ട് കലക്കിയത് ഒഴിച്ചിട്ട് എന്താ പറയുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ എല്ലാം ഇളക്കി ഇങ്ങനെ. അപ്പോൾ ചെറിയ ചെറിയ പൊടിയായിട്ടുണ്ടാവും. മറ്റത് എന്താ പറയുക, വലിയ വലിയ ചങ്ക്സ് ആയിട്ടുണ്ടാവും എഗ്ഗ്. അപ്പോൾ ഇങ്ങനത്തേനൊക്കെ കൂട്ടാൻ കുറച്ചും കൂടി ചെറിയ ചെറിയ കഷ്ണങ്ങൾ പോലെയാണല്ലോ നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഈ കോഴിമുട്ട അങ്ങനെ കലക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ. അത് കുറച്ചും കൂടി നല്ലതാവും, എനിക്കങ്ങനെ തോന്നലുണ്ടേ. പിന്നെ ഈ മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ചുറ്റും ഈ ചീവീടുണ്ടല്ലോ അതിൻ്റെ സൗണ്ട് കേട്ടിട്ട് അതാണ് നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കേൾക്കുന്നത്. ആക്ച്വലി ഞങ്ങളെ വീട് തന്നെ NH തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ ഈ മഴയൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് ശരിക്കും ഒരു കാട്ടിൽ ജീവിക്കുന്ന ഒരു ഫീലാണ്. കാരണം വെച്ചാൽ തവളയുടെ ഒച്ചയും ചീവീടിൻ്റെ ഒച്ചയും എന്താ പറയുക, അങ്ങനെയാണ് കേട്ടോ സംഭവം. അങ്ങനെ ഫുഡ് റെഡി ആക്കി കഴിഞ്ഞ് അങ്ങനെ അനിയത്തിമാർ ഇതൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ. പാത്രമൊക്കെ കഴുകി തുടച്ച് വെക്കുന്നതാണ്. ഇത് ഞാൻ തുടച്ച് വെക്കുന്നത് ട്രേ ആണ്, വെറുതെ ഒരു ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചു. ഇതിൻ്റെ അമ്മക്ക് എന്താ പറയുക, പുഡിങ്, മുട്ടമാല, മുട്ടസൂക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. എന്താ പറയുക, ഡെലിവറി ഇല്ല, പിക്കപ്പ് ചെയ്യണം, അതാണ് പ്രശ്നം. വീട്ടിലൊന്ന് പിക്കപ്പ് ചെയ്യണം. കോഴിക്കോടാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഇനി ഉറങ്ങാൻ പോകലാണ്. പിന്നെന്താണ്, എന്താ പറയുക, ഞാനിപ്പോൾ നാട്ടിലേക്ക് വന്നതൊരു സ്പെഷ്യൽ റീസൺ കാരണമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ, ഇനി വരുന്ന വീഡിയോകളിൽ ഞാൻ അതിൻ്റെ റീസണും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് പറയുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.